Hi friends, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കാര്യം മറന്നു, കണ്ണാടി വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നല്ലൊരു വീഡിയോ, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിദത്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്ലീച്ചിങ്, മുഖത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്ലീച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനു മുമ്പ് ആ വീഡിയോ ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ആക്കി കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആകുന്നെങ്കിൽ ഞാൻ അത് നിരപരാധിയായി മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അമിതമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണ്ട. എന്നാലും നിങ്ങൾ കാണുക എൻ്റെ വീഡിയോസുകൾ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രകൃതിദത്തമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ബ്ലീച്ച്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. കെമിക്കലുകൾ നിറഞ്ഞ ബ്ലീച്ചുകൾ ചർമ്മത്തിന് ഹാനികരമാണ്. എന്നാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ബ്ലീച്ചിനേക്കാൾ മികച്ച ബ്ലീച്ചുകൾ വീട്ടിലുണ്ടാക്കാനും കഴിയും. ചർമ്മത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ സുന്ദരിയാകുവാനുള്ള എളുപ്പ വഴിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറുനാരങ്ങ നീരും കുക്കുംബറും 4 സ്പൂൺ കടലമാവും ഉണ്ടെങ്കിൽ ബ്ലീച്ച് ഉണ്ടാക്കാം. ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് പേസ്റ്റാക്കി പുരട്ടാം. തക്കാളി പേസ്റ്റും ചെറുനാരങ്ങ ജ്യൂസും ചേർത്ത് പേസ്റ്റാക്കി പുരട്ടുന്നതും നല്ലതാണ്. നാരങ്ങാ നീരിൽ അല്പം പാൽപ്പാട ചേർത്താൽ മികച്ച ബ്ലീച്ചിങ് ക്രീമായി. കറുത്ത പാടുകൾ മാറ്റി നിറം വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങാ നീരും റോസ് വാട്ടറും യോജിപ്പിച്ച് മുഖത്ത് പുരട്ടാം. ഉണങ്ങിയാൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം. മുട്ടയുടെ വെള്ളയിൽ 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ചോളപ്പൊടി എന്നിവ പേസ്റ്റാക്കി മുഖത്ത് പുരട്ടിയാൽ മുഖത്തെ രോമങ്ങൾ നശിക്കും. അപ്പോൾ അത് പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുട്ടയുടെ വെള്ളയിൽ 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ചോളപ്പൊടി ഇവ പേസ്റ്റാക്കി മുഖത്ത് പുരട്ടിയാൽ മുഖത്തെ രോമങ്ങൾ നശിക്കും. വാളൻ പുളിയും പനിനീരും ചേർത്ത് പുരട്ടിയാൽ നിറം വർദ്ധിപ്പിക്കും. അപ്പം വാളൻ പുളി എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അതും പനിനീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് നമുക്ക് നിറം വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടും. പഞ്ചസാരയിൽ ഒലിവ് ഓയിൽ ചേർത്താൽ അത് മികച്ച ഫേസ് ബ്ലീച്ച് ആകും. തക്കാളിയും തൈരും ഓട്സും ചേർത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. 20 മിനിറ്റ് മുഖത്ത് തേച്ച് വെക്കണം. പാലും തേനും അതിനുശേഷം കഴുകിക്കളയുക. പാലും തേനും ചെറുനാരങ്ങാ നീരും ചേർത്ത് ഫേസ് ബ്ലീച്ച് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നല്ല, അതിൽ ഒന്നിലേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഞാൻ ബ്ലീച്ചിനൊപ്പം ഒരു ഫേഷ്യലിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, വാളൻ പുളിയുടെ നല്ല തിക്ക് പേസ്റ്റിനകത്ത് പനിനീര് യോജിപ്പിച്ചിട്ട് ചെയ്യുക. പനിനീര് ഇല്ലെന്നുണ്ടെങ്കിൽ തൈരാണെങ്കിലും വളരെ ഗുഡ് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഒന്ന് ചെയ്തു നോക്കുക. നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെയല്ല, നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.